ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും BComൻ്റെ ഒരു കോർ സബ്ജക്റ്റാണ് ബിസിനസ് റെഗുലേഷൻസ്. അതിൽ ഫസ്റ്റ് ടോപ്പിക്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഹാവ് യു എവർ എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട്? സാധാരണ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ സ്റ്റുഡൻസൊക്കെ നോ എന്നാണ് ആൻസർ പറയാറുള്ളത്. കാരണം കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നത് ഇങ്ങനെയുള്ളൊരു പിക്ചറാണ്. പ്രോപ്പർട്ടീസൊക്കെ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേറ്റഡ് ടേംസ് ഒക്കെ നിറഞ്ഞ ഒരു പേപ്പർ. എന്നാൽ സത്യത്തിൽ അത് മാത്രമല്ല കോൺട്രാക്റ്റ്. നിങ്ങൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് യു ആർ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഒരു ടൈലറുടെ അടുത്ത് ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് യു ആർ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് പൈസ കടം കൊടുക്കുന്ന സമയത്ത് അവൻ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്ന് നിങ്ങൾ ജാമ്യം പറയാറില്ലേ? ദെൻ അറ്റ് ദാറ്റ് ടൈം യു ആർ എൻട്രിങ് ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. എന്തിന്? വഴിയിൽ നിന്നൊരു പേഴ്സ് കളഞ്ഞു കിട്ടുന്ന സമയത്ത് അറ്റ് ദാറ്റ് വെരി മൊമെൻറ്റ് യു ആർ എൻട്രിങ് ഇൻ ടു എ ക്വാസി കോൺട്രാക്ട്. സോ എവ്രി ഡേ വി ആർ എൻട്രിങ് ഇൻ ടു എ നമ്പർ ഓഫ് കോൺട്രാക്ട്സ്. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് എന്താണ്, കോൺട്രാക്റ്റ് ആക്ട് എന്താണ്, അതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1 അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 2 സബ്സെക്ഷൻ H ഓഫ് ദിസ് ആക്ട്, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമപ്രകാരം നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു എഗ്രിമെൻ്റാണ് കോൺട്രാക്ട്. Hence, we can write the equation of contract as agreement plus enforceability by law. ഇനി എഗ്രിമെൻ്റ് എന്താണെന്ന് നോക്കാം. എഗ്രിമെൻറ്റ് സിംപ്ലി മീൻസ് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്. അതായത് ഒരാൾ ഒരു കാര്യം ഓഫർ ചെയ്യാണ്, ഞാനിത് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മറ്റൊരാളോട് ഓഫർ ചെയ്യുകയാണ്. മറ്റൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്, അയാളതിന് സമ്മതം കൊടുക്കുകയാണ്. ദെൻ ഇറ്റ് ബിക്കംസ് ആൻ എഗ്രിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ ഒരാൾ ബിയോട് പറയാണ്, എൻ്റെ കാറ് ഞാൻ 25,000 രൂപയ്ക്ക് നിനക്ക് വിൽക്കാൻ റെഡിയാണ്, നീ വാങ്ങിക്കുന്നു. ഇറ്റ്സ് ആൻ ഓഫർ. ബി അത് വാങ്ങിക്കോളാം, ഞാൻ വാങ്ങാൻ തയ്യാറാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ E ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ടു ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെൻറ്റ്. പ്രോമിസും തിരിച്ചെന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് മറ്റൊരു പ്രോമിസും ഫോമിങ് കൺസിഡറേഷൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും. ഒരാൾ കാറ് കൊടുക്കാമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ അതിനുള്ള പൈസ തരാം എന്ന് പറയുന്നു. അങ്ങനെ രണ്ട് കൂട്ടരുടെ അടുത്തുനിന്നും കൺസിഡറേഷൻ വരുന്നു. അങ്ങനെയുള്ള പ്രോമിസുകളെ നമ്മൾ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, എസെൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എൻ എഗ്രിമെൻറ്റ്. 3 എസെൻഷ്യൽ ആസ്പെക്ട്സ് ആണുള്ളത്. നമ്പർ 1, അറ്റ്ലീസ്റ്റ് 2 പാർട്ടീസ്. ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ മിനിമം 2 പാർട്ടീസെങ്കിലും വേണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. Number 2, consensus ad idem. It's a Latin phrase for the word identity of minds. ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉദ്ദേശിച്ചിരിക്കുന്നത് സെയിം സംഭവം തന്നെയായിരിക്കണം. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്ക് 2 കാറുണ്ട്, മാരുതി 800ഉം ഒരു ഓൾട്ടോയും. എ ഉദ്ദേശിച്ചത് മാരുതി 800 വിൽക്കുന്ന കാര്യമാണ്, ബി ഉദ്ദേശിച്ചത് ഓൾട്ടോ വാങ്ങിക്കുന്ന കാര്യമാണ്. സോ ദർ ഇസ് നോ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവില്ല. രണ്ടുപേരും ഉദ്ദേശിച്ചത് ഒരു കാര്യം തന്നെ ആയിരിക്കണം. ദേ മസ്റ്റ് ബി അഗ്രീഡ് ഓൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. നെക്സ്റ്റ് ഇസ് പ്രോമിസ് ഓർ റെസിപ്രോക്കൽ പ്രോമിസസ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള പ്രോമിസ് വേണം. ഒരാൾ കാറ് കൊടുക്കാമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പൈസ തരാം എന്നുള്ളതാണ് മറ്റേ ആളുടെ അടുത്തുള്ള പ്രോമിസ്. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ആൻ എഗ്രിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എഗ്രിമെൻറ്റും എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോവും വേണം നമ്മൾ പറഞ്ഞു. എഗ്രിമെൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ എന്നുള്ള പോയിൻ്റാണ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ലോയിൽ എൻഫോഴ്സിബിൾ ആവണമെങ്കിൽ അതിന് സെർട്ടൈൻ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ തന്നെ എസെൻസ് എന്ന് പറയുന്നത്. 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.